ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൻ 2 ഓഫ് വേസ്റ്റ്ലാൻഡ്. Now the second part of the poem, The Wasteland, a game of chess. ഗെയിം ഓഫ് ചെസ്സിൽ വരുമ്പം സബ്ജക്റ്റ് മാറ്റർ ഒരു ഡ്രമാറ്റിക് ചേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഗെയിം ഓഫ് ചെസ്സിൽ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റോറീസ് കാണാൻ പറ്റും, ബോത്ത് ഇൻവോൾവിങ് മാരീഡ് കപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് ഇവിടെ കാണിക്കുന്നത് സെക്കൻഡ് സെക്ഷനിൽ എലിയറ്റിൻ്റെ അറ്റൻഷൻ ഫ്രം ഡെത്ത്. നമ്മൾ നേരത്തെ ഡെത്ത് ആയിരുന്നു പറഞ്ഞത്, ബറിയൽ ഓഫ് ഡെത്ത് ആ സംഭവമായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക്. ബറിയൽ ഓഫ് ഡെഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ഒരു റിലേഷൻഷിപ്പൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഗെയിം ഓഫ് ചെസ്. ഒരു ഡെത്തിൽ നിന്ന് മേ ബി ഒരു സെക്ഷുവൽ ആയിട്ടുള്ള ഇമേജസ് കുറച്ച് വരുന്ന ഒരു ഭാഗമാണ് ഇത്. ദ ടൈറ്റിൽ ഓഫ് ദ സെക്ഷൻ റെഫേഴ്സ് ടു എ സീൻ ഫ്രം തോമസ് മിഡിൽട്ടൺസ് എലിസബത്തൻ പ്ലേ വുമൻ ബിവെയർ വുമൻ, in which the moves of a chess game between two people are linked outstage to the seduction played out by another pair. ഓക്കെ, അപ്പോൾ തോമസ് മിഡിൽട്ടൻ്റെ എലിസബത്തൻ പ്ലേ ആയിട്ടുള്ള വുമൻ ബിവെയർ വുമൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക പ്ലേയിൽ നിന്നാണ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ എന്താ പറയുക എടുത്തിട്ടുള്ള റെഫർ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബിവെയർ വുമൻ ബിവെയർ എന്ന് പറയുന്നതിൽ എന്തായിരുന്നു, മൂവ്സ് ഓഫ് എ ചെസ് ഗെയിം ബിറ്റ്വീൻ ടു പീപ്പിൾ ആർ ലിങ്ക്ഡ് ഔട്ട് സ്റ്റേജ് ടു ദ സെഡക്ഷൻ പ്ലേഡ് ഔട്ട് ബൈ അനദർ പെയർ. വേറൊരു പെയറിൻ്റെ ആ ഒരു സെഡക്ഷൻ ആ ഒരു സംഭവം ആ ഒരു സീനിനെ ലിങ്ക് ചെയ്തിട്ട് ഇവിടെ എന്താ പറയുക ചെസ് ഗെയിമിൻ്റെ മൂവ്സ് രണ്ട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന് റെഫറൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് നറേറ്റീവ്സ് നമുക്ക്, രണ്ട് ഡിഫറെൻറ്റ് സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റും, ബോത്ത് ഇൻവോൾവിങ് മാരീഡ് കപ്പിൾസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നറേറ്റീവ് എന്ന് പറയുന്നത് കാണിക്കുന്ന ഒരു അപ്പർ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ്സിലുള്ള ഒരു പീപ്പിൾ ആൾക്കാരുടെ റിലേഷൻഷിപ്പാണ്. ആൻഡ് സെക്കൻഡ് നറേറ്റീവിൽ അതൊരു ലോവർ ക്ലാസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പുവർ ആയിട്ടുള്ള ആൾക്കാരുടെയാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഫസ്റ്റ് നറേറ്റീവിൽ ഈ അപ്പർ ക്ലാസ്സിലുള്ള ആ ഒരു ആൾക്കാരുടെ അവരുടെ റിലേഷൻ ഇസ് കൈൻഡ് ഓഫ് എ ബാഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത് ഫെയ്ഡിങ് ആയിട്ടുള്ള ഒരു ഡൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർക്കുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ടൈറ്റിലിനെ കുറിച്ച് നമുക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ചെസ് എന്ന് പറയുന്നത് ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ഒരു സെറിബ്രൽ ഗെയിമാണത്. ആൻഡ് അത് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ്, സ്കീമിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ചെസ്. ഒരു ഇൻ്റലക്ച്വൽ മാച്ചായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അത് ഇവിടെ എലിയറ്റ് എടുക്കാൻ കാരണം, ഇറ്റ് സിംബലൈസസ് ദ ഡിമിനിഷ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഹൂ ആർ ഇൻ എ റിലേഷൻഷിപ്പ്. അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ദെയർ കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ അണ്ടർഗോൺ. അവർക്ക് ആകെ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇസ് ഓവർ എ ഗെയിം ഓഫ് ചെസ്. അവിടെ ലവ് ഇല്ല, ഒരു ഹാർട്ടില്ല, സോളില്ല, അങ്ങനെ ഒരു സോർട്ട് ഓഫ് റൊമാൻസും അവിടെ ഇല്ല, ഒരു ട്രൂ ലവ് അവിടെ ഇല്ല. ഇറ്റ് ഹാസ് ഡിമിനിഷ്ഡ്. ഇറ്റ് ഹാസ് ബീൻ അവരുടെ ആ ഒരു ലവ്, അവിടുത്തെ ആൾക്കാരുടെ ലവ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു സിംപ്ലി എ ഗെയിം ഓഫ് ചെസ് വേർ ദി ഒപ്പോണൻറ്റ് സീക്സ് ടു ഔട്ട് മാച്ച് ഓർ ഔട്ട് വിറ്റ് ദി അതർ. മറ്റൊരാളെ തോൽപ്പിക്കണം എന്നുള്ള ഒരു സംഭവം മാത്രമേ അവിടെ ഉള്ളൂ. ഒരു ഗെയിം പോലെയായി അവിടുത്തെ റിലേഷൻഷിപ്സ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിം ഓഫ് ചെസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു ഇൻറ്റിമസിയോ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല. അവിടെ ആകെ എന്താണ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക, ഒരാളെ മറ്റേ ആൾ ഗെയിമിൽ തോൽപ്പിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അല്ലാതെ ഒരു റിയൽ സെൻസ് ഓഫ് കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഇൻറ്റിമസി ബിറ്റ്വീൻ ദി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് നോട്ട് റാദർ അച്ചീവ്ഡ് ഹിയർ. ഓക്കെ, അവർക്ക് ആകെ ഉള്ളത് ഈ ഒരു കാൽക്കുലേറ്റിംഗ് ഗെയിം ഓഫ് ചെസ് ടു കോൺകർ ദി ഓപ്പണൻറ്റ്. പിന്നെ ഇങ്ങനെ ഒരു ഗെയിം നടത്തുമ്പോൾ അവിടെ ഈ ഒരു ഗെയിമിൽ നമുക്ക് ആ ഒരു ഇമേജ് വരുന്നത് ഒരു ഈക്വാലിറ്റി അല്ല അവിടെ ഉള്ളത്. ഒരാളാണ് മറ്റൊരാളെ എന്താ പറയുക ഔട്ട്വിറ്റ് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആ ഒരു മാച്ചിൽ ജയിക്കുന്നത് ഒരാളായിരിക്കും എന്തായാലും. അപ്പോൾ മറ്റൊരാളെ കോൺക്വർ ചെയ്യുക, ഒരു അപ്മാൻഷിപ്പ്, അതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. മറ്റൊരാളെ തോൽപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു ഇക്വാലിറ്റി അല്ല ഉള്ളത്, ഒരാളുടെ മേളിൽ അങ്ങനെയാണുള്ളത്. അതിപ്പോൾ ആരാണെങ്കിലും whoever has the higher ground wins the marriage അല്ലെങ്കിൽ wins the game of chess. Okay, and this section it begins with the sense of a queen. ഒരു ക്വീൻ പോലെയാണ് നമുക്കിത് വായിക്കുമ്പോൾ തോന്നുന്ന ഒരു ബേർണിഷ്ഡ് ത്രോൺ എന്നൊക്കെ പറയുമ്പോൾ ത്രോൺ, അല്ലെങ്കിൽ ഒരു വുമൻ ഷീ ഈസ് സിറ്റിംഗ് ഇൻ എ ചെയർ. ആ ചെയർ എങ്ങനത്തെയാ, ഒരു ബേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ത്രോണാണ്. ഈ ബേർണിഷ് ത്രോൺ എന്ന് പറയുന്നത് മേ ബി ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര അവിടെ അവർക്കുള്ളൊരു റെഫറൻസ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ ക്ലിയോപാട്ര ഇസ് എ ഫിഗർ, ലൈക്ക് ഒരു അതോറിറ്റേറ്റീവ് വുമൻ. നമുക്ക് അങ്ങനെ ഒരു കണക്ഷനാണ്. ഓക്കെ,
അപ്പോൾ അതേപോലെ ഒരു ക്വീനിനെ പോലെ ദ വുമൻ ഇസ് ഷീ സാറ്റ് ഇൻ ദിസ് ബേർണിഷ് ത്രോൺ. നമ്മളുടെ ക്ലിയോപാട്ര ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വിൻറ്റ് എസെൻഷ്യൽ പവർഫുൾ വുമൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വീൻ ആയിരുന്നു. അവരുടെ സബ്ജക്ട്സിനെ അവർ ഔട്ട് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ്, ഈവൻ ഹസ്ബൻഡ് ഓൾസോ. ഓക്കെ, അപ്പോൾ കുറച്ച് കോൾഡ്, ഇൻഡിപെൻഡൻറ്റ്, പവർഫുൾ, അങ്ങനത്തെ ഒരു ലേഡിയാണ് ക്ലിയോപാട്ര. അതേപോലെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു വുമണിനെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഈ ഗെയിം ഓഫ് ചെസ്സിൽ എന്താ പറയുക, ഈ ലേഡി അതല്ലാതെ ഈ ഗെയിം, ഒരു ചെസ് എന്ന് പറയുന്ന ഗെയിമിൽ മോസ്റ്റ് പവർഫുൾ പീസ് എന്ന് പറയുന്നത് ഇസ് ദ ക്വീൻ. അപ്പം അതേപോലെ നമ്മുടെ ഈ വുമണാണ് ഇവിടെ കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളത്. മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ് ഇസ് സബ്വേർട്ടഡ് ബൈ ദ വൈഫ്. ബിക്കോസ് ഇവിടെ ഒരു റിയൽ ഒരു കമ്മ്യൂണിയൻ ഇവിടെ ഹസ്ബൻഡും വൈഫും തമ്മിലില്ല. ഒരാൾ ഞാൻ പറഞ്ഞ ഒരാൾ ഔട്ട് റൺ ചെയ്യും മറ്റൊരാളെ, അല്ലെങ്കിൽ ഔട്ട് വിറ്റ് ചെയ്യും എന്ന്. അപ്പം ഷീ സീക്സ് ടു ഡോമിനേറ്റ് ആസ് എ വേ ഗെയിനിങ് പവർ റാദർ ദാൻ ബിക്കമിങ് എ വൈഫ് ടു ഹർ ഹസ്ബൻഡ്. അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സ്നേഹിക്കുക, ഹസ്ബൻഡിനെ ലവ് ചെയ്യുക, ഹസ്ബൻഡും അവരും കൂടെ ഒരു നല്ല റിലേഷൻ, ഒരു ഈക്വൽ റിലേഷൻഷിപ്പ് അല്ല. ഷീ ഇസ് ദ വൺ ഹു ഇസ് ഡോമിനേറ്റിംഗ് ദ ഹസ്ബൻഡ്. ഓക്കെ, സോ ഷീ sat in a chair like a burnished throne. The chair is like a burnished throne. അവിടെ ആ റൂമിൽ എൻ്റെ ടൈല് മാർബിളിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു എന്താ പറയുക മാർബിളിൽ അവിടെയുള്ള ലൈറ്റ്സ് ആ ഗ്ലോ ചെയ്യുന്നത് ഫുൾ അവിടെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ആ ലൈറ്റുകളിലെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഗ്ലാസ് വിൻഡോസ് ഉണ്ട്, ആൻഡ് അവിടെ ഒരുപാട് വൈൻസ് ഉണ്ട്. പിന്നെ അവിടെ സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ സ്കൾപ്ചർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഈ ക്യൂപ്പിഡ്സിനെ കുറിച്ച് പറയുന്നത്. 2 ക്യൂപ്പിഡ്സ്, അവരുടെ ഫിഗറൻസ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഉണ്ടാവുമായിരിക്കും. അതിലൊരു ക്യൂപ്പിഡ് കണ്ണടച്ച് നിൽക്കുകയാണ്. ഹി ഡസൻറ്റ് വാണ്ട് ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ്. അതായിരിക്കും നമുക്ക് അതിനെ പിക്ചർ ചെയ്യാൻ പറ്റുന്നത്. ഹി ഈസ് നോട്ട് ഹാപ്പി വിത്ത് വാച്ചിങ് ദീസ് പീപ്പിൾ. അതുകൊണ്ട് കണ്ണടച്ചിരിക്കുകയാണ് അങ്ങനെ. പിന്നെ അവിടെ ഒരു ഗ്ലാസ് ബോൾസ് പോലത്തെ സാധനങ്ങളുണ്ട്. അതിലൊക്കെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അവിടെയുള്ള ആ ഒരു 7 ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആ ഒരു കാൻഡിലബ്ര, ആ ഒരു സാധനം, ഇങ്ങനെ ആ ഒരു 7 കാൻഡിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമുള്ള ആ സംഭവം, അതിൽ നിന്ന് വരുന്ന വെളിച്ചം ഫുൾ അവിടെ റിഫ്ലക്ട് ചെയ്യാണ്. ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഫ്ലെയിം ഇസ് ദെയർ ഫ്രം ദ ഗ്ലാസ്. അവിടെ ആ ലൈറ്റ് കത്തുന്നുണ്ട്, അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ഗ്ലാസ്സിൽ അടിക്കുന്നുണ്ട്, താഴെ മാർബിളും ഉണ്ട്, എല്ലാത്തതും കൂടെ അവിടെ ഫുൾ റിഫ്ലക്ഷനാണ്. ഓക്കെ, ആ ടേബിളിലുള്ള ഒരു ലൈറ്റ്, അതിൽ നിന്ന് വരുന്ന ഈ റിഫ്ലക്ഷൻ അവിടെ ഫുൾ ആ ഒരു പ്രകാശമുള്ള, ഇറ്റ്സ് നോട്ട് റിയൽ. അതൊരു കൈൻഡ് ഓഫ് ഷോ ഓഫ് ആണ്, അല്ലെങ്കിൽ ഒരു മോർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ അവരുടെ ജുവൽസ് അവരിട്ടിട്ടുള്ളത് ഇറ്റ്സ് മോർ ബ്രൈറ്റർ. അവിടെ എല്ലാം ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആണുള്ളത്. തിങ്സ് ഷൈൻസ് ബെറ്റർ ദാൻ ഒറിജിനൽ. ആ ഒറിജിനൽ ലൈറ്റ് അവിടെ കത്തുന്നതിനേക്കാളും തിളക്കമാണ് അവിടെ നിന്ന് അതിൻ്റെ റിഫ്ലക്ഷൻസും അവരുടെ ജ്വല്ലെന്നും എല്ലാത്തതും വരുന്നത്. പിന്നെ അവിടെ സാറ്റിൻ കേസസ് ആണുള്ളത്. ഈ സാറ്റിൻ കേസസ് കൊണ്ട് കാണിക്കുന്ന റിച്ച്നെസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ഉള്ളത് ഒരു റിയൽ ആയിട്ടുള്ള സംഭവങ്ങളല്ല. അതേപോലെ ആ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളത് റിയൽ കണക്ഷനും അല്ല. ആ മെമ്പേഴ്സ് തമ്മിലുള്ള അവിടെ റിയൽ കണക്ഷനല്ല. അവർക്ക് ആകെ അവിടെ എന്താണ് ആ ഒരു ഗ്ലാസ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലെയിമിനെ ഡബിളായിട്ട് കാണിക്കണു എന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ. അവിടെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നൊരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് നോട്ട് സിൻസിയർ. അപ്പം അങ്ങനെ ഒരു ലൈറ്റ്, ഫുൾ ഒരു ആബ്സല്യൂട്ട് ലൈറ്റ് വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അത് ഫുള്ളും റിഫ്ലക്ഷൻ അല്ലേ, അത് ആർട്ടിഫിഷ്യൽ അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ ആ റിച്ച്നെസ് കാണിക്കുന്നത്. അതേപോലെ ഇവിടെ ആ ഒരു ഗോൾഡൻ ക്യൂപ്പിഡ് പീപ്ഡ് ഔട്ട്, അങ്ങനെ ഇവിടെ ഈ ഒരു സെക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് പോലെയാണ്. കാരണം ക്ലിയോപാട്ര, ക്വീൻ, അങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോൾ ഷീസ് ഇൻ പവർ, വെൽതിയാണ്, നോബിളാണ്, ഷീസ് അൺസ്റ്റോപ്പബിൾ, അങ്ങനത്തെ ഒരു ആളുടെ പോലെ ഒരു കമ്പാരിസൺ വരുമ്പോൾ, അങ്ങനെ ഒരു റെഫറൻസ് പോലെ ഒരു കുഞ്ഞു സംഭവം കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഡിഗ്നിറ്റി അവിടെ കാണുന്നുണ്ട്. അവരുടെ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂം, ആ ഒരു പെർഫ്യൂം ഇറ്റ് ട്രബിൾസ് അല്ലെങ്കിൽ കൺഫ്യൂസ് ആൻഡ് ഡ്രൗൺ ദ സെൻസസ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് സെക്ഷനിൽ മാഡം സോസ്ട്രസിൻ്റെ കാർഡ് കണ്ട പോലെ അതിൽ ഡ്രോൺ ആ ഒരു വെള്ളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ ഇനി വരാൻ പോകുന്ന 4th സെക്ഷനിലും നമുക്ക് ഡെത്ത് ബൈ വാട്ടർ എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഈ ഡ്രോണിങ് എന്ന് പറയുന്ന ഇമേജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അവിടെയുള്ള ഒരു ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അത് നമ്മളെ ട്രബിൾ ചെയ്യും, നമ്മളെ കൺഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെ നമ്മുടെ സെൻസിനെയൊക്കെ ഡ്രോൺ ചെയ്യും. അവിടെ ഒരു ദർ ഈസ് ഓൺലി ലിറ്റിൽ എയർ കമ്മിങ് ഫ്രം ദ ഓപ്പൺ വിൻഡോസ്.
അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഈ ക്യാൻഡിൽ നിന്ന് നമ്മളിങ്ങനെ സ്മോക്ക് ഇങ്ങനെ പൊങ്ങി മേളിലോട്ട് പോകുമല്ലോ. അപ്പോൾ ഈ അവിടുന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു ഫ്രഷ് എയർ ദാറ്റ് കെയിം ഇൻ ത്രൂ ദ വിൻഡോ ആൻഡ് അത് ഈ ഒരു ഫ്ലെയിംസിനെ വന്ന് ടച്ച് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക, ഈ ഒരു സ്മോക്ക് വിച്ച് റോസ് ടുവേർഡ്സ് ദ സീലിംഗ് അതിനെ ഒന്ന് ഷേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇറ്റ് മെയ്ഡ് ദ പാറ്റേൺ ലുക്ക് ലൈക്ക് ഇറ്റ് ഇസ് മൂവിങ്. അപ്പോൾ ആ ഒരു പാറ്റേൺ മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നത് പോലെ ആക്കി ഈ ഒരു ഈ ഫ്രഷ് ആയിട്ടുള്ള എയർ കമ്മിങ് ഫ്രം ദ വിൻഡോ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ട് സ്റ്റിറിങ് ദ പാറ്റേൺ ഓഫ് ദ കഫേർഡ് സീലിംഗ്. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇവിടുത്തെ പെർഫ്യൂം അത് നാച്ചുറൽ അല്ല കേട്ടോ, സിന്തറ്റിക് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഓർഗാനിക് ആൻഡ് ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഓൾസോ. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആ ഒരു കോഫേർഡ് സീലിംഗ് അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റെഫറൻസ് വരുന്നുണ്ട്. വെർജിലിൻ്റെ ഏനിയാഡിനെ കുറിച്ചുള്ള റെഫറൻസ് ആണ് ഇതിൽ. ഈ ഏനിയാഡിൽ വെർജിൽ എഴുതിയിട്ടുള്ള ഈ ഏനിയാഡ് റോമൻ പോയിട്ടായിരുന്നു വെർജിൽ. ആളുടെ ഈ ഒരു വർക്കിൽ ഒരു ബാങ്ക്വറ്റ് കൊടുക്കുന്നുണ്ട്, ഡിഡോ ദ ക്വീൻ ഓഫ് കാർത്തേജ്. അപ്പം ഈ ഒരു റെഫറൻസ് വരുന്ന ഏനിയസ് എന്ന് പറയുന്ന ഒരു യൂത്ത്ഫുൾ ആൻഡ് ഹാൻഡ്സം ആയിട്ടുള്ള ഒരു റോമൻ ഹീറോ, ആളുടെ എക്സൈലിൽ നിന്നാണ് ആളവിടെ എത്തിപ്പെടുന്നത്. ആൻഡ് ഇങ്ങനെ ഇവരൊരു ഈ ഡിഡോ ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഏനിയഡ് ആൻഡ് അയാളെ തിരിച്ച് ആളുടെ നാട്ടിലോട്ട് റോമിലോട്ട് റിട്ടേൺ ചെയ്ത സമയത്ത് ഷീ ഡിസ്ട്രോയ്സ് ഹെർസെൽഫ് ബൈ ബേണിംഗ് ഓൺ എ ഫ്യൂണറൽ ഫയർ വൈൽ റോമൻ റിട്ടേൺ ടു ഹിസ് ഹൗസ് ലാൻഡ് ടു കണ്ടിന്യൂ ഹിസ് ട്രാവൽസ് ഓർ എക്സ്പ്ലോയ്സ് വോർ എവർ ഇറ്റ് ഇസ്. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസും ഇവിടെ ആ ഒരു അല്യൂഷനും ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്നത് ഒരു ഓൾഡ് ഫാഷനിലായിട്ടുള്ളൊരു മാൻഡൽ പീസ് ഒരു വുമൻ്റെ റൂമിനകത്ത് അവിടെ വാളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഒരു സ്ക്വയർ പെയിൻറ്റിങ് അവിടെ ഉണ്ട് വിച്ച് ലുക്ക് ലൈക്ക് എ വിൻഡോ. അതിനകത്ത് എന്താ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, ഡിസ്പ്ലേ ദ സീൻ ഓഫ് വുഡ്ലാൻഡ്. അതിന് മുന്നേ ഒരു ഡോൾഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഡോൾഫിൻ്റെ ഒരു പെയിൻറ്റിങ് പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതിലുള്ള ഡോൾഫിൻ ഇസ് സാഡ്, ഒരു ഗ്ലൂമിനെസ് അത് ആ ഡോൾഫിനിൽ ഉണ്ടായിരുന്നു. പിന്നെ മാൻറ്റലിൻ്റെ മേളിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ആ ഒരു കാർവിങ് ഉള്ളത് വിച്ച് ലുക്സ് ലൈക്ക് എ വിൻഡോ. അതിനകത്തൊരു ഓൾഡ് അല്ലെങ്കിൽ ഒരു പാസ്ട്രൽ സീനാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് അത് ഒരു ആൻഷ്യൻ ടൈമിനെ റെഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് അതിലുള്ളത്. ഫിലമെൽ അവരെ ഡെപിക്റ്റ് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ റെഫറൻസ് ടു എ ക്ലാസിക്കൽ വുമൻ ഹു വാസ് റേപ്ഡ് ബൈ ദ ബാർബറസ് കിങ് തെരേസ്. ആൻഡ് ഈ ഒരു റെഫറൻസ് നമുക്ക് ഓവിഡിൻ്റെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന വർക്കിനെയാണ് ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ആരെക്കുറിച്ച്, ഫിലോമെല ഇസ് ദ സിസ്റ്റർ ഇൻ ലോ ടു ദ കിങ് ടെരേസ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഷീ വാസ് റേപ്ഡ് ബൈ ഹിം, സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു ആളുടെ. അപ്പോൾ ഈ ബാർബറസ് കിങ് റൂഡ്ലി ഫോഴ്സ്ഡ് ദിസ് ചേഞ്ച് ഇൻ ടു ഫിലോമെല. അപ്പം അവൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള അവളുടെ ആ ഒരു ക്യാരക്ടറിലോട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് അത് ഫോഴ്സ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ റേപ്പിംഗ് ഹർ ആൾ എന്താ ചെയ്യണത്, ഹി കട്ട്സ് ഹർ ടങ് ആൻഡ് ഹാൻഡ്സ് ടു പ്രിവെൻറ്റ് ഹർ ഫ്രം ടെല്ലിങ് ഇറ്റ് ടു എനിബഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് കളയുന്ന ഒരു പ്രൊസീജിയർ ഇറ്റ് ഷോസ് ദി ഇനബിലിറ്റി ടു ടെൽ വൺസ് സ്റ്റോറി, ഇനബിലിറ്റി ടു പ്രൊവൈഡ് മെനി ഡിഫറെൻറ്റ് നറേറ്റീവ്സ് ഇൻ ദിസ് കയോട്ടിക് വേൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിസിപ്ലിറ്റി ഓഫ് വോയിസ് ആണെന്ന്. അപ്പോൾ ആ ഒരു മൾട്ടിസിപ്ലിറ്റി ഓഫ് വോയിസ് ഇറ്റ് tumbles on top of each other and it prohibits any singular narrative. ഒരു ഒറ്റ സിംഗിൾ ആയിട്ടുള്ള നറേറ്റീവ് വരാൻ ഈ ഒരു മൾട്ടിസിപ്ലിറ്റി ഓഫ് വോയിസ് സമ്മതിക്കുന്നില്ല. അങ്ങനെയും നമുക്കതിനെടുക്കാം. ഓക്കെ, പിന്നെ ഈ ഫിലോമിനയുടെ സ്റ്റോറിയിൽ പറയുന്നത് ഷീ ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു നൈറ്റിംഗേൽ എന്നാണ് പറയുന്നത്. അങ്ങനെ നൈറ്റിംഗേൽ ആയിട്ട് അവർക്ക് അവരുടെ സ്റ്റോറി എല്ലാവരോടും പറയാൻ പറ്റി ഇൻ ദ ഫോം ഓഫ് എ ബേർഡ് സോങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇസ് സഡൻലി ഫോഴ്സ്ഡ് ഇൻ ടു ഹെർ ലൈഫ് ബൈ ദ ബാർബറസ് കിങ്. അപ്പം എന്നിട്ടും യെറ്റ് ദ ബേർഡ് ഫിൽഡ് ഓൾ ദോസ് തിങ്സ് ദാറ്റ് ഷീ വാണ്ടഡ് ടു സേ ഇൻ ഇറ്റ്സ് മ്യൂസിക്. ആ ഒരു ഇൻവോയലബിൾ ആയിട്ടുള്ള വോയിസിലൂടെ അത് പുറത്തെത്തിച്ചു എന്നാണ് പറയുന്നത്. ഷീ ക്രൈഡ്, still the word pursues. She is still longing to tell the story that the king had prevented her from telling. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോമിനേറ്റിംഗ് ഗെയിം ഓഫ് ചെസ്സിലും ഇതേപോലെയാണ്. അതായത് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റ് ഈസ് ഡീഗ്രേഡഡ് ടു സംതിങ് നോട്ട് സോ റൊമാൻറ്റിക് അല്ലെങ്കിൽ സോൾ വെച്ച് മനസ്സ് അറിഞ്ഞ് സ്നേഹിക്കുന്നതല്ല. സെക്സ്, റേപ്പ്, വയലൻസ്, അബ്യൂസ്, ഡീഗ്രഡേഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഈ ബേർഡ് എന്താ ചെയ്യുക, നൗ ഷീ ദ ബേർഡ് നൈറ്റിംഗേൽ ആയിട്ട് ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. പക്ഷെ അത് കേൾക്കാൻ ആരുമില്ല, കാരണം അത് പാടുന്ന ഇവിടെ ഡെസേർട്ടിലാണ്. ബ്യൂട്ടിഫുള്ളി ആൻഡ് ഇൻ ദ ഡെസേർട്ട് നോ വൺ ഇസ് ദെയർ ടു ഹിയർ ഹർ. എവറിബഡി ഈസ് ഹൈഡിങ് ഇൻ ദെയർ ഓൺ ഷാഡോ, ബട്ട് സ്റ്റിൽ ഷീ ക്രൈസ്, സ്റ്റിൽ ദ വേൾഡ് പെർസ്യൂസ് എന്നാണ് പറയുന്നത്. Okay, as though a window gave up upon this Livian scene,
the change of Philomel by the barbarous king, so rudely forced. Yet there the nightingale filled all the desert with the inviolable voice, and still she cried, and still the word pursues. Jug jug to dirty ears, and other withered stumps of time were told upon the walls. Staring forms leaned out, leaning, hushing the room enclosed. Footsteps shuffled on the stair, under the firelight, under the brush. Her hair spread out in fairy points, glowed into words, then would be savagely still. അപ്പോൾ ദ പീപ്പിൾ ഓഫ് ദ വേസ്റ്റ് ലെൻത്ത് അവർക്കും ഈ സോങ് കേൾക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ ചെവി അതൊന്നും എടുക്കുന്നില്ല. അവർ അത് കരയാണ്, അവരവരുടെ സ്റ്റോറി പറയാണ്. ബട്ട് പീപ്പിൾ ഹിയർ ഇറ്റ് ആസ് സംതിങ് ഡിഫറെൻറ്റ്. അവിടെ ഈ ജഗ് ജഗ് എന്ന് പറയുന്നതിന് ഒരു സെക്ഷൽ ഒരു സൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ, നമ്മുടെ മൈൻഡ് അത്രയും പെയിൻറ്റഡ് ആണ്. ബേർഡ് അതിൻ്റെ സഫറിങ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ ജഗ് ജഗ് എന്ന് പറയുന്ന സൗണ്ട് അതിലൂടെ അങ്ങനെയാണ് നമ്മളതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. ഈ നൈറ്റിംഗേൽ ആകെ പറയുന്ന സൗണ്ട് ഇസ് ജഗ് ജഗ്, വിച്ച് ഇസ് സിമ്പിൾ റിപ്പിറ്റേറ്റീവ് മോണോസിലബിക് ഒരു ഫ്രേസാണ് ഈ ജഗ് ജഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ. അപ്പോൾ അത് ഒരു സെക്സിനോടുള്ള ഒരു റെഫറൻസ് ആണ് ഈ ഫ്രേസ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വേറെയും ഇതേപോലെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വിതേർഡ് സ്റ്റംസ് ഓഫ് ടൈം ഫിഗേഴ്സ് ഫ്രം ഹിസ്റ്ററി ആർ ഡെപിക്റ്റഡ് ഓൺ ദ വാൾ. അത് വിതേർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ആൾക്കാരുണ്ടെങ്കിലും അവിടെ ഒരു സൈലൻസ് ആണുള്ളത്. ആ ഒരു റൂമിൽ ഇപ്പോൾ ഈ ഒരു വുമൺ ഇരിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ദർ ഇസ് സൈലൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈലൻസിനെ ബ്രേക്ക് ചെയ്യുന്നത് ഇസ് ബൈ ഫുഡ് സ്റ്റെപ്സ് ഇൻ ദ സ്റ്റെയർസ്. സ്റ്റെയർസിലെ ഒരു ഫുഡ് സ്റ്റെപ്സ് ആണ്, അതാണ് ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്യുന്നത്. അവരൊന്നും മറ്റർ ചെയ്യുന്നില്ല. ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഹോളോനെസ്, ഒരു വയലൻസ്, ഒരു സാവേജ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളത്. മാരേജ് ക്യാൻ ബിക്കം സാവേജ് ബിക്കോസ് ഓഫ് ദിസ് ലോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലോസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഇനബിലിറ്റി ടു സ്പീക്ക് ഓർ കമ്മ്യൂണിക്കേറ്റ്. അത് ഒരു സാവേജ് സിറ്റുവേഷനിലോട്ടായിരിക്കും അവരുടെ യൂണിറ്റീനെ അത് കൊണ്ടെത്തുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു വുമൺ അവരുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നതാണ്. മൈ നെർവ്സ് ആർ ബാഡ് ടു നൈറ്റ്. Yes, bad. Stay with me. Speak to me. Why do you never speak? Speak. What are you thinking of? What thinking? What? I never know what you are thinking. Think. I think we are in Rat's Alley where the dead men lose their bones. What is that noise? The wind under the door. What is that noise now? What is the wind doing? Nothing. Again, nothing. അപ്പോൾ ഈ ഒരു വുമൺ അവരുടെ ഹസ്ബൻഡിനോട് എന്താ പറയുന്നത്? ഐ എം കോൺഫ്ലിക്റ്റഡ്. എനിക്ക് ആകെ ദേഷ്യത്തിലാണ്. ഐ എം കോൺഫ്ലിക്റ്റഡ്. അവിടെ ഒരു സമാധാനം ഇല്ല അവർക്ക്. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് വോയിസ് തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ദ വുമൻ ഇസ് പെസ്റ്ററിങ് ഹർ ഹസ്ബൻഡ് വിത്തൗട്ട് റിയലി ഗിവിങ് ഹിം എൻ ഓപ്പർച്യൂണിറ്റി ടു റെസ്പോണ്ട് ടു ഇറ്റ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഷീസ് റെലന്റ്ലെസ്. ഓക്കെ, ആൻഡ് ഹെർ നെർവ്സ് ആർ ബാഡ്. ആൻഡ് ലേറ്റർ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് സ്റ്റേ വിത്ത് മീ, പ്ലീഡ് ചെയ്യാണ് എൻ്റെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട്. ടു ടോക്ക്, എന്താണ് എന്നോട് സംസാരിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റനിങ് ഹിം വൈ ഹി കനോട്ട് സ്പീക്ക്. അവർ രണ്ടുപേരും നമ്മളിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പോൾ ഈ ഒരു വുമൺ പറയുന്നതിന് നമുക്ക് ഇൻവേർട്ടഡ് കോമയിലും തന്നിട്ടുണ്ട്. മറ്റേ അതിൻ്റെ താഴെയുള്ള ലൈൻസ് മേ ബി ആളുടെ പോസിബിൾ റിപ്ലൈ ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആൾ പറയുന്നത് ഐ തിങ്ക് വി ആർ ഇൻ റാറ്റ്സ് ആലി വെർ ദ ഡെഡ് മെൻ ലോസ് ദെയർ ബോൺസ്. ഇപ്പം നമ്മളുള്ള ഈ റാറ്റ് ആലി അത് റെഫർ ചെയ്യുന്നത് വേസ്റ്റ്ലൻഡിനെയാണ്, നമ്മളുള്ള ഒരു പ്ലേസ്. വേറെ ഇവിടെ എന്താണ് ഡെഡ് മെൻ ലോസ് ദെയർ ബോൺസ്. അപ്പോൾ ആ ആളെന്താ തിരിച്ച് റിപ്ലൈ പറഞ്ഞത്? ഹി ഫീൽസ് ദാറ്റ് ഓൾ ദ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ദിസ് വേസ്റ്റ്ലാൻഡ് ആർ ലിവിങ് ഇൻ എ നാരോ സ്ട്രീറ്റ് ഓഫ് റാറ്റ്സ്. ആൻഡ് ഈ ഒരു സ്ട്രീറ്റ്, അവർ ജീവിക്കുന്ന ഒരു സ്ട്രീറ്റ് സ്പിരിച്വലി ഡെഡ്. ചിലവർ അലൈവാണ് ബട്ട് സ്റ്റിൽ ഡെഡ്. അങ്ങനെ അപ്പോൾ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫ് വിച്ച് ഇസ് നാരോ ടു ഓൾ ഇൻറ്റൻസ് ആൻഡ് പേർപ്പസ്, അതാണ് അവിടെ കാണിക്കുന്നത്. മെൻ അവിടെ എന്താണ് ഒരു മിസബിൾ ക്രിയേച്ചേഴ്സ് ലൈക്ക് റാറ്റ് ആയി മാറി. ദേ ആർ ട്രബിൾ ബൈ ദ വേർഡ്ലി കെയർസ് ആൻഡ് വറീസ് വിച്ച് ഈറ്റ് ഇൻ ടു ദെയർ ബീയിങ് ലൈക്ക് റാറ്റ്സ്. പിന്നെ ഇവിടെ ആ ഒരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റാറ്റിൻ്റെ കൈൻഡ് ഓഫ് ഡെഡ്. അവിടെ അത് ഇറ്റ് ഇസ് എ റെഫറൻസ് ടു ഇസീക്കൽ, ആ വാലി ഓഫ് ഡ്രൈ ബോൺസ്. അത് അങ്ങനെ ഒരു വാലിയിലോട്ട് ഈ ഇസീക്കലിനെ ഗോഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ടു ഹാവ് ഹിം പ്രീച്ച് ടു ദ ബോൺസ്. നമ്മൾ ബറിയൽ ഓഫ് ഡെഡിൽ ഇതേപോലെ ഇസീക്കലിന് ഒരു റെഫറൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ആള് എവിടേക്കാണ് കൊണ്ടുപോയത്? ഈ ഒരു ഇങ്ങനെ ഒരു വാലിയിലോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്, ഈ ബോൺസിൻ്റെ അടുത്ത് പ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡെസലേറ്റ് ആയിട്ടുള്ള ഡ്രൈ ബോൺസ് അറൗണ്ടഡ് ആയിട്ടുള്ള ഒരു വാലിയിലാണ് നമ്മളും ഉള്ളത്, ഈ വേസ്റ്റ്ലാൻഡിലെ പീപ്പിൾസും ഉള്ളത്. നമുക്ക് ക്ലച്ച് ചെയ്യാൻ ഒരു റൂട്ടും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു വേസ്റ്റ്ലാൻഡാണ് നമ്മളുടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോദിക്കുന്നുണ്ട് വാട്ട് ഇസ് ദാറ്റ് നോയ്സ്. അപ്പോൾ റിപ്ലൈ വരുന്നത് വിൻഡ് അണ്ടർ ദ ഡോർ. ആ ഡോറിൻ്റെ താഴെ കൂടെ കാറ്റ് വരുന്നതാണ്. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് വാട്ട് ഇസ് ദാറ്റ് നോയ്സ് നൗ, വാട്ട് ഇസ് ദാറ്റ് വിൻഡ് ഡൂയിങ്. അതിന് റിപ്ലൈ ആയിട്ട് നത്തിങ്, അഗൈൻ നത്തിങ്. അപ്പോൾ ഇവിടെ വരുന്നത് ആ കോൺസെപ്റ്റ് ഓഫ് നത്തിങ്നെസ്. അത് അവർ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ദ ഫിയർ ഓഫ് ദി ഒബ്ലീവിയൻ, ലോസ് ഓഫ് മീനിങ്, ആ ഒരു ഡിസൊല്യൂഷൻമെൻറ്റ്, അതെല്ലാം
അവർക്ക് ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് നത്തിങ് അറ്റ് ദ ഡോർ. ആ ഡോറിൽ എന്താണ് അവിടെ, ആ ഡോറിൽ നിന്നാണല്ലോ വിൻഡ് വരുന്നത്, എന്താണ് അവിടെ, ഒന്നുമില്ല അവിടെ. ദർ ഈസ് നത്തിങ് കമ്മിങ് ടു റെസ്ക്യൂ ദെം ഫ്രം ദെയർ സിറ്റുവേഷൻ. ദർ ഈസ് നത്തിങ് ടു റീകിൻഡിൽ ദെയർ സ്പിരിറ്റ് ഓഫ് ദെയർ മാരേജ്. ഈ റിപ്പിറ്റേഷൻ ഓഫ് നത്തിങ് നമുക്ക് ഒരു മോട്ടിഫായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ബിക്കോസ് ദി എൻറ്റയർ കോൺവെർസേഷൻ ഇസ് ഗ്രൗണ്ടഡ് ഇൻ നത്തിങ്നെസ്. അവർക്ക് ഒരു ഫേം ഫൗണ്ടേഷൻ ഒന്നും ഇല്ല അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഇത് ഒരു കിങ് ലെയറിലെ റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പ്ലേയിൽ കോർണീലിയോട് ഫാദർ ചോദിക്കുന്നുണ്ട്, ലെയർ ചോദിക്കുന്നുണ്ട് ഹൗ മച്ച് യു ലവ് മീ എന്നുള്ളത്. അപ്പോൾ പറയുന്നത് ഷീസ് ടെലിങ് നത്തിങ് ഫാദർ. അപ്പോൾ അവർ തിരിച്ച് ചോദിക്കുകയാണ്, യു നോ നത്തിങ്, ഡു യു സീ നത്തിങ്, ഡു യു റിമെമ്പർ നത്തിങ്. അപ്പോൾ നത്തിങ് 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 അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നത്, ഐ റിമെമ്പർ ദോസ് ആർ പേൾസ് ദാറ്റ് വർ ഇൻ ഹിസ് ഐസ്, ദാറ്റ് വർ ഹിസ് ഐസ്. Are you alive or not? Is there nothing in your head? But oh, that Shakespearean rag, it's so elegant, so intelligent. അപ്പോൾ അവർ വീണ്ടും ആ ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ഒരു അതർ പേഴ്സണെ ഷീസ് ട്രബിളിങ്. അപ്പോൾ പറയുന്നത് എന്താണ്, നിങ്ങൾക്കൊന്നും അറിയില്ലേ, നിങ്ങളൊന്നും കാണുന്നില്ലേ, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഐ റിമെമ്പർ ദോസ് ആർ പേഴ്സ് ദാറ്റ് വർ ഹിസ് ഐസ്. ഇത് റെഫറൻസ് വരുന്ന ടെമ്പസ്റ്റ് ആണ്. ഈ ഇത് പറയുന്നത് ഏരിയലാണ് ആ ഒരു പ്ലേയിൽ, ഡ്രാമയിൽ. പിന്നെ നമുക്കതിന് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പാർട്ടിൽ ഫസ്റ്റ് ബറിയൽ ഓഫ് ഡെത്തിൽ ഫിനീഷ്യൻ സെയിലറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പേൾസ് അത് അവിടെയും കണക്ട് ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കുന്നത്, ആർ യു അലൈവ് ഓർ നോട്ട്, ഈസ് ദർ നത്തിങ് ഇൻ യുവർ ഹെഡ്. എല്ലാം നഷ്ടപ്പെട്ട, ഒന്നും ലൈക്ക് ജീവനും ഇല്ലേ, ജീവനുണ്ടോ. അപ്പോൾ അതിന് വരുന്നത് ദാറ്റ് ഷേക്സ്പിയറിയൻ റാഗ് എന്നാണ്. ഇവിടെ ഷേക്സ്പിയർ ഇസ് ബീങ് റെഡ്യൂസ്ഡ് ഇൻ ടു എ ലിറിക് ഫ്രം റാഗ് ടൈം സോങ്. ഈ റാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അന്നത്തെ കാലത്ത് ജാസ് സോങ്ങിനെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അവിടെ ഒരു റെഡ്യൂസിങ് നമുക്ക് കാണാൻ പറ്റും. ജാസ് സോങ് എന്ന് പറയുന്നത് എലിയറ്റിൻ്റെ ആ ഒരു ടൈമിൽ 20th century ആ സമയത്ത് പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു ഷേക്സ്പിയറിയൻ റാഗ് വിച്ച് ഇസ് സോ എലഗൻറ്റ് ആൻഡ് സോ ഇൻ്റലിജൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആ ലേഡി വീണ്ടും പറഞ്ഞത്, വാട്ട് ഷാൽ ഐ ഡു നൗ, വാട്ട് ഷാൽ ഐ ഡു, I shall rush out as I am and walk the street with my hair down, so what shall we do tomorrow, what shall we ever do, the hot water at 10, and if it rains a closed car at 4, and we shall play a game of chess, presiding lidless eyes and waiting for a knock upon the door. ആൻഡ് നെക്സ്റ്റ് ഭാഗത്ത് പറയുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു വേസ്റ്റ് ലാൻഡിൽ ജീവിക്കുന്ന സമയത്ത്, വാട്ട് ഷാൽ ഐ ഡു എന്ന് പറയുന്നൊരു ദ പ്രോസ്പെക്ട് ഓഫ് ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഹാസ് സംതിങ് റിപ്പിറ്റേറ്റീവ്. എന്താണ് ചെയ്യേണ്ടത് അവർക്ക് അറിയില്ല, എന്താ ചെയ്യേണ്ടത്, എന്താ അവസ്ഥ, എന്താ എങ്ങനെയാണ്, ഇന്നെന്താ ചെയ്യേണ്ടത്, നാളെ എന്താ ചെയ്യേണ്ടത്, ഒന്നും അറിയില്ല. നമ്മുടെ ഡേയ്സ് നമ്മൾ എങ്ങനെയൊക്കെയോ തള്ളി നീക്കുന്നു. We are ultimately robbed of our life's purpose അല്ലെങ്കിൽ അവരുടെ ഡേയ്സ് പേർപ്പസ് ആൻഡ് ദ മീനിങ് ഓഫ് ഇറ്റ്. അവിടെ ഒരു എയിം ഇല്ല, അവിടെ ഒരു എന്താ പറയുക ഡയറക്ഷൻ ഇല്ല, അവിടെ ഒന്നുമില്ല. ലൈക്ക് എന്താണ് ഇനി ചെയ്യാന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇറ്റ് ഇസ് ലെഫ്റ്റ് ദെയർ. വാട്ട് ഷാൽ ഐ ഡു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ദർ ഇസ് നോ എയിം ഓർ നോ ഡയറക്ഷൻ, നോ പേർപ്പസ്, നോ മീനിങ്. നമ്മളിപ്പോൾ ഒരു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എല്ലാ സമയത്തും. ദ ഇറ്റേണിറ്റി ദേ ഹാവ് ഇസ് റിപ്പിറ്റേറ്റീവ് ആൻഡ് ഡൾ. വാട്ട് ഷാൽ വി ഡു ടുമോറോ, ഇന്നെന്താ ചെയ്യുക, നാളെ എന്താ ചെയ്യുക, ഓക്കെ വാട്ട് ഷാൽ വി എവർ ഡു, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ അപ്പം ഇത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് തന്നെ അവർ തന്നെ ആൻസർ പറയുന്നുണ്ട്. ഹോട്ട് വാട്ടർ അറ്റ് 10 റുട്ടീനാണ് അവർക്കുള്ളത്. ഹോട്ട് വാട്ടർ മേ ബി കുളിക്കാൻ വെള്ളം ചൂടാക്കുന്നതായിരിക്കും 10 മണിക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കുന്നതായിരിക്കാം. ആൻഡ് ഇഫ് ഇറ്റ് റെയിൻസ് എ ക്ലോസ് കാർ അറ്റ് 4, അപ്പോൾ ഡ്രൈവിന് പോകാമെന്നായിരിക്കും അവിടെ പറയുന്നത്. അതിനുശേഷം പ്ലേ ചെസ്. അവിടെ ലവ് ഇല്ല, അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവരുടെ ലവിനെ അവിടെ ആകെ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു എ ഗെയിം. അവിടെ നേരത്തെ പറഞ്ഞു ഒരാളെ കോൺക്വർ ചെയ്യുന്ന ഒരു ഗെയിം, അതേ അവർക്ക് ചെയ്യാനുള്ളൂ. സിറ്റ് ഡൗൺ ആൻഡ് പ്ലേ ദെയർ ഗെയിം ഓഫ് ചെസ്, ടു സ്കീം, ടു സ്ട്രാറ്റജൈസ്, ടു ഔട്ട് മാച്ച്, ടു ഡോമിനേറ്റ്. ഇതാണ് അവർക്ക് ആകെ ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ദെയർ കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ ബ്രോക്കൺ ഡൗൺ. ഓൾ ദേ ഹാവ് ഇസ് ദ ഗെയിം. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഗെയിമിലൂടെ മാത്രമായിരിക്കും. ഓക്കെ, അവരൊരുമിച്ച് ഇരുന്ന് ഈ ഒരു ഗെയിം കളിക്കുമ്പോഴായിരിക്കും അവർ വല്ലതും സംസാരിക്കുന്നുണ്ടാവുക. അത് ഈ ഗെയിമിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ ഇൻ ദ സെയിം പ്ലേസ്. അവർ അപ്പുറത്ത് വരുന്ന ഒരു സെയിം ടേബിളിൽ ഇരുന്നിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. ഈ ഒരു ചെസ് എന്ന് പറയുന്ന ഗെയിം അവർ കളിക്കുന്നത്. ആൻഡ് ഓൾ ദേ വാണ്ട് ഇസ് ടു ഹിയർ എ നോക്ക് അപ്പോൺ ദ ഡോർ. അപ്പോൾ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് എന്താ വേണ്ട, ഒരു സാൽവേഷൻ വേണം. പക്ഷെ അവർക്കത് കിട്ടാനൊരു വഴിയില്ല. അവരൊരു നോക്കിനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗെയിം കളിക്കുന്ന സമയം മുഴുവൻ, ഈ ഗെയിമിലോട്ട് ഇങ്ങനെ കണ്ണുറ്റ് നോക്കിയിരിക്കുന്ന സമയത്ത് മുഴുവൻ അവർ ആകെ ആഗ്രഹിക്കുന്നത് ഒരു നോക്ക് അറ്റ് ദ ഡോറാണ്. അത് മേ ബി റെഫറൻസ് ടു ദ ക്രൈസ്റ്റ്, ബിഹോൾഡ് ഐ സ്റ്റാൻഡ് അറ്റ് ദ ഡോർ എന്ന് പറയുന്ന ഒരു റെഫറൻസ് നമുക്ക് വേണമെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു നോക്ക് പക്ഷെ അവർക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. ആ ഒരു സാൽവേഷൻ അവർക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല.
അല്ലെങ്കിൽ ഡെത്ത്, അവർ ഡെത്ത് എന്ന് പറയുന്ന ഡെത്തിന് ശേഷം അവർക്ക് കിട്ടുന്ന ഒരു റെസറക്ഷൻ, ആ ഒരു സംഭവങ്ങളൊന്നും അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഇത് പറഞ്ഞിട്ട് ഈ ഒരു അപ്പർ ക്ലാസ്സിലുണ്ടായിരുന്ന ആ ഒരു മാരേജ്, ഒരു റിലേഷൻഷിപ്പ്, ലവേഴ്സ്, അവരുടെ സ്റ്റോറി കഴിഞ്ഞു. ഇനി വരുന്നത് ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ. ഓക്കെ. When Lil's husband got demobbed, I said, I didn't mince my words. I said to her myself, hurry up please, it's time. Everyday kuda variyana. Now Albert's coming back. Make yourself a bit smart. He will want to know what you done with the money he gave you to get yourself some teeth. He did. I was there. You have them all out, Lil, and get an eye set. He said, I swear I can't bear to look at you. And no more can't I said. And think of poor Albert. He's been in army 4 years. He wants a good time. And if you don't give it him, there is others will, I said. Oh, is there? She said. Something, oh, that, I said. Then I'll know who to thank, she said, and gave me a straight look. Hurry up, please, it's time. If you don't like it, you can get on with it, I said. Others can pick and choose if you can't. But Albert makes off. It won't be for lack of telling. You ought to be ashamed, I said, to look so antique, and her only 31. I can't help it, she said, pulling a long face. It's them pills I took to bring it off, she said. She had 5 already and nearly died of young George. The chemist said it would be all right, but I have never been the same. You're a proper fool, I said. Well, if Albert won't leave you alone, there it is, I said. What you get married for if you don't want children? Hurry up, please, it's time. Well, that Sunday Albert was home and they had a hot gammon, and they asked me in to dinner to get the beauty of it hot. Hurry up please, it's time. Good night Bill, good night Lo, good night May, good night Tata, good night ladies, good night sweet ladies, good night. അപ്പോൾ ഈ സീൻ ഉള്ളത് ഒരു ലണ്ടനിൽ ഒരു ബാറിലാണ്. 2 ആൾക്കാർ, മേ ബി 2 ലേഡീസ്, അവർ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാറിലെ നൈറ്റിൽ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്നാമതൊരു ലേഡിയുടെ ഒരു കാര്യമാണ് ലിൽ, പിന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ആൽബർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് എന്താ പറയുക, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം ഒരാൾ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബാറിലെ ബാർടെൻഡർ ആയിരിക്കാം, ടൈമായി, അടയ്ക്കേണ്ട സമയമായി, വേഗം ഹറിയപ്പ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സ്റ്റോറി മുഴുവൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് ആൾ വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ പറയണത്, ഞാൻ ലിലിനോട് പറഞ്ഞു എന്നാണ് പറയണത്. ലിലിൻ്റെ ഹസ്ബൻഡ് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് വാറിന് ശേഷം. ഹി ഗോട്ട് ഡീമോബ്ഡ്, മേ ബി ആ ഒരു പൊസിഷനിൽ നിന്ന് മാറി പുറത്ത് വരികയാണ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഹി ഗോട്ട് ഡീമോബ്ഡ്. ഞാൻ പറയാൻ മടിച്ചില്ല, ഐ സെഡ് ടു ഹർ ഡയറക്ട്ലി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഫസ്റ്റ് ആദ്യമായിട്ട് ആ വെയിറ്റർ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ബാർടെൻഡർ വന്നിട്ട് പറയാണ്, എന്താണ്, ഹറി അപ്പ് പ്ലീസ്, ഇറ്റ്സ് ടൈം എന്ന്. അപ്പം പിന്നെയും സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നു. ആൽബർട്ട് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട്, നിൻ്റെ ഹസ്ബൻഡ് വരികയല്ലേ, സോ മേക്ക് യുവർ സെൽഫ് എ ബിറ്റ് സ്മാർട്ട്, കുറച്ചും കൂടെ ഒന്ന് പോളിഷ്ഡായി നിൽക്കാൻ പറയാണ്. ഹീൽ വാണ്ട് ടു നോ വാട്ട് യു ഡൺ വിത്ത് ദാറ്റ് മണി ഹി ഗേവ് യു. ആൾ പോകുന്നതിന് മുന്നേ അവൾക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ ടീത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗെറ്റ് യുവർ സെൽഫ് സം ടീത്ത്. ഹി ഡിഡ്. ഐ വാസ് ദെയർ. ഞാൻ ഉണ്ടായിരുന്നു, അവൻ തന്നത് ഞാൻ കണ്ടായിരുന്നു. യു ഹാവ് ദം ഓൾ ഔട്ട് ആൻഡ് ഗെറ്റ് എ നൈസ് സെറ്റ്. അത് അതിൻ്റെ കേടുള്ളതായിരിക്കാം, മേ ബി അത് കളഞ്ഞിട്ട് ഒരു നല്ല സെറ്റ് എടുക്കുക, അത് വാങ്ങുക, അവൻ കാശ് തന്നതല്ലേ എന്ന് പറയാണ്. ഹി സെഡ്, ഐ സ്പെയർ ഐ കാൺട്ട് ബെയർ ടു ലുക്ക് അറ്റ് യു. അവൻ പറഞ്ഞല്ലേ നിന്നെ നോക്കാൻ കൂടെ വയ്യ എന്ന്. അപ്പോൾ ഇവിടെ ആ ഒരു ലവ്, ഇറ്റ്സ് നോട്ട് പ്യുവർ, ഒരു ട്രൂ ആയിട്ടുള്ള ലവ് അല്ല, അതല്ലേ ഇവിടെ കാണുന്നത്. ഐ കാൺട്ട് ബെയർ ടു ലുക്ക് അറ്റ് യു എന്ന് പറയുന്നത് എത്രത്തോളം ഒരു എന്താ പറയുക, താഴ്ത്തി കെട്ടുന്ന പോലെയല്ലേ. ആൻഡ് നോ മോർ കാൺട്ട് ഐ സെഡ് ആൻഡ് തിങ്ക് ഓഫ് പോർ ആൽബർട്ട്. അവന് മാത്രമല്ല എനിക്കും കൂടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക, പോർ ആൽബർട്ട് എന്ന് പറയാം. ഹിസ് ബീൻ ഇൻ ആർമി 4 years, 4 വർഷമാകും പോയിട്ട്. ഹി വോണ്ട്സ് എ ഗുഡ് ടൈം. ഈ ഗുഡ് ടൈം മേ ബി അവരുടെ ഒരു സെക്സ്, ഒരു ഫിസിക്കൽ റിലേഷൻ, അതായിരിക്കും. അപ്പോൾ അവന് വന്നു കഴിഞ്ഞാൽ ഹി വോണ്ട്സ് എ ഗുഡ് ടൈം ആൻഡ് യു ആർ ദ വൺ ഹൂ ഷുഡ് പ്രൊവൈഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നീ കുറച്ച് പ്ലീസബിൾ അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. ഇഫ് യു ഡോണ്ട് ഗീവ് ഇറ്റ് ടു ഹിം, വേറെ ആൾക്കാർ കൊടുക്കും. നീ അത് കൊടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാർ കൊടുക്കാൻ അത് റെഡി ആയിരിക്കും. അപ്പോൾ അവൾ ആണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്, ആര്, ലിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെയാണ് എന്ന് ഞാനും റിപ്ലൈ കൊടുത്തു എന്ന് പറയണം. അപ്പോൾ എനിക്ക് അപ്പോൾ ലില്ല് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരുടെ അടുത്ത് താങ്ക് യു പറയണമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു സ്ട്രെയിറ്റ് ലുക്ക് നോക്കി എന്ന് പറയണം. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ആര് വന്നു, വെയിറ്റർ വീണ്ടും വന്നു, ഹറിയ പ്ലീസ് ഇറ്റ്സ് ടൈം എന്ന് പറഞ്ഞു. അപ്പം ഈ നമ്മുടെ ഈ കോൺവെർസേഷനിലുള്ള പോകുമ്പോൾ പറയാണ്, നിനക്കത് അങ്ങനെ അവൻ പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് നീ ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ ആൾക്കാരുണ്ടാവും, നീ ചൂസ് ചെയ്തില്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ക്യാരക്ടർ. ആൻഡ് അവൻ ഓൾറെഡി പറഞ്ഞതാണ് സ്മാർട്ടായിട്ട് നിൽക്കണം, അവൻ കാശും കൂടെ തന്നതാണ്, സോ വി കാൺ ബ്ലെയിം ഹിം എന്ന് പറയാണ്.
അപ്പോൾ നീ പ്ലസൻറ്റബിൾ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസൻറ്റബിൾ അല്ലെങ്കിൽ എന്താണ് അവൻ വേറെ ആൾക്കാരെ നോക്കുമെന്ന് ഒരു വാർണിംഗ് പോലെ പറയുകയാണ്. ലുക്ക് അറ്റ് യു ആർ 31. ഈ 31 ആയിട്ടുള്ള സമയത്തും യു ലുക്ക് ആൻറ്റീക്ക്. നിങ്ങൾക്ക് അതിൻ്റെ 31ൻ്റെ ലുക്കല്ല ഉള്ളത്, യു ലുക്ക് ആൻറ്റീക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഈ ലിൽ പറയുന്നുണ്ട്, എനിക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ഒരു ലോങ് ഫേസ്, ഒരു സാഡ് ഫേസ് ഇട്ടിട്ട് പറയുകയാണ്, ഞാൻ ആ പിൽസ് കഴിച്ചുകൊണ്ട് അതിപ്പോൾ ഇങ്ങനെ ആയത്, ആ അബോർഷൻ ചെയ്യാനുള്ള പിൽസ്. അപ്പോൾ പറയാണ് ഷീ ഹാഡ് ഓൾറെഡി 5 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. ആൻഡ് ഈ യങ് ജോർജിനെ പ്രസവിക്കുന്ന സമയത്ത് നിയർലി അവൾ മരിക്കേണ്ടതുമായിരുന്നു. അപ്പോൾ ഈ പ്രസവിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പേടിയുള്ള ഒരു സംഭവമായിട്ട്. അപ്പോൾ അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആ കെമിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അബോർഷൻ പിൽസ് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പില്ല് വാങ്ങിക്കുമ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് വുഡ് ബി ഓൾ റൈറ്റ്, അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഒരിക്കലും അത് ഞാൻ പഴയ പോലെ ആയിരുന്നില്ല, ഇറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ് എന്ന് പറയുകയാണ് ലിൽ. അപ്പോൾ ഈ നമ്മുടെ ഈ പറയുന്ന ലേഡി പറയാണ് യു ആർ എ പ്രോപ്പർ ഫൂൾ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ പിന്നെ പറയുന്നത് ഇനിയിപ്പോൾ ആൽബർട്ട് പോയില്ലെങ്കിൽ കാണാം, എന്താവോ അറിയില്ല. അപ്പോൾ നിനക്ക് അറിയില്ലേ കല്യാണം കഴിക്കുമ്പോൾ എന്താ പറയുക കുട്ടികൾ വേണം എന്നൊരു സംഭവം അവിടെ ഉണ്ടെന്ന്. വെൻ യു ഗെറ്റ് മാരീഡ്, ലൈക്ക് എന്തിനാണ് നീ കല്യാണം കഴിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. എന്തിനാണ് നീ കല്യാണം കഴിക്കുന്നത്? കുട്ടികളെ വേണ്ട എന്നാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഹറി അപ്പ് പ്ലീസ്, ഇറ്റ്സ് ടൈം എന്ന് പറയാണ്. ഈ ഒരു ഇൻറ്ററപ്ഷൻ അവിടെ കാണിക്കുന്നത് നമുക്ക് ഇത്രയും നേരം ഈ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നവിടെ നമുക്ക് ഈ ഒരു മോഡേൺ വേസ്റ്റ് ലാൻഡിലുള്ള ആൾക്കാരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുമ്പോൾ അവിടെ മൾട്ടിസിപ്ലിറ്റി ഓഫ് വോയിസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു വോയിസ് ഓരോന്നിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ വോണ്ട് ടു ടോപ്പ് ഓൺ ഈച്ച് അതേഴ്സ് വോയിസ്, കൺസ്റ്റന്റ്ലി ഇന്ററപ്റ്റിംഗ്, കൺസ്റ്റന്റ്ലി ഹിൻഡറിങ് എനി റിയൽ നറേറ്റീവ്, എനി റിയൽ സ്റ്റോറി ഫ്രം ബീയിങ് ടോൾഡ്. അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു വുമണിനെ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഒരു പീസ് ഓഫ് യൂട്ടിലിറ്റി പോലെയാണ്, ലൈക്ക് സംതിങ് ടു ബെയർ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട്, ഒരു ഇൻറ്ററപ്ഷൻ കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് കല്യാണം കഴിച്ച് പിന്നെ എന്തിനായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, കുട്ടികളെ വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരുടെ സ്റ്റോറി, ആൽബർട്ടിൻ്റെ ഓൺലി സ്റ്റോറി പറയാൻ തുടങ്ങണം. വെൽ ദാറ്റ് സൺഡേ ആൽബർട്ട് വാസ് ഹോം, ദേ ഹാഡ് ഹോട്ട് ഗാമൻ ആൻഡ് ദേ ആസ്ക്ഡ് മീ ഇൻ ടു ഡിന്നർ ആൻഡ് ടു ഗെറ്റ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ് ഹോട്ട്. അങ്ങനെ അത് പറയുമ്പോഴേക്കും ആൽബർട്ട് വന്നു, അങ്ങനെ കണ്ടു, അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നു, ഡിന്നർ കഴിക്കാനിരുന്നു. അങ്ങനെ പറയുമ്പോഴേക്കും മറ്റേ ആൾ വന്നിട്ട് ഹറി അപ്പ് പ്ലീസ് ഇറ്റ്സ് ടൈം, ഹറി അപ്പ് പ്ലീസ് ഇറ്റ്സ് ടൈം എന്ന് പറയണം. അങ്ങനെ ഒരു നറേറ്റീവ് അവിടെ എൻഡ് ആവുകയാണ്, അവിടെ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ്, ഒരു ഹിൻഡ്രൻസ് വരികയാണ് ആ നറേറ്റീവിൽ. അപ്പോൾ അവരുള്ളത് ഗുഡ് നൈറ്റ് ബിൽ, ഗുഡ് നൈറ്റ് ലൂ, ഗുഡ് നൈറ്റ് മേ, ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ പോവാണ്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ലേഡീസ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ടിംഗ് വേർഡ്സ്, ഈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ റെഫറൻസ് വരുന്നത് ഒഫീലിയ, ഹാംലെറ്റിൽ ഒരു ഫൈനൽ സോങ് ടു കിങ് ക്ലോഡിയസ് അവർ പറയുന്നതിൽ, ആ ഒരു മാഡ്നസ് വന്ന സമയത്ത് പറയുന്നതിൽ, ബിഫോർ ഷീ ഡൈസ്, ഈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അപ്പോൾ അത് റെഫറൻസ് ടു ഒഫീലിയ ഇൻ ഹാംലെറ്റ്. ഇറ്റ് ഈസ് ഇൻ ആക്ട് 4 ബിഫോർ ദാറ്റ് ഡ്രോണിങ് സീൻ. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് വുമണിനെ നമ്മൾ കണ്ടു. അവരുടെ ഐഡൻറ്റിറ്റീസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത 2 ആൾക്കാരാണ് നമുക്ക് കണ്ടത്. ഒരാൾ കുറച്ച് ഹൈ പ്ലേസ്, ഒരാൾ കുറച്ച് ലോ പ്ലേസ്. ഒരു ക്വീനിനെ പോലെ എന്താ പറയുക, അതോറിറ്റേറ്റീവായിട്ട്, ഡോമിനേറ്റിംഗ് ആയിട്ട്, പവറായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ആ ഒരു പറയുന്ന ആ ഒരു സ്ട്രീമിൽ നിന്ന് മാറി ചിന്തിച്ചത് കൊണ്ട് ഷീ ഈസ് എന്താ പറയുക, ആ ഒരു അപ്രോച്ചിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്തത് കൊണ്ട് ഷീ കൊളാപ്സസ്. അപ്പം എന്തായാലും ഈ വേസ്റ്റ് ലാൻഡിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നൈസായിട്ട് പോകുന്നൊരു സംഭവമല്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, stay safe everyone.